ഹായ്. ജെ ചന്ദ്രു രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ തമിഴ് ക്രൈം കോമഡി ചിത്രമായ റിവോൾവർ റീത്ത എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ സിനിമയിൽ രാധിക ശരത് കുമാർ, കീർത്തി സുരേഷ്, സുനിൽ, സൂപ്പർ സുബ്ബരായൻ തുടങ്ങിയവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നൊരു കുറച്ച് കോമഡിയും പിന്നെ കുറച്ച് ക്രൈമും പിന്നെ അതിലിടക്ക് നടക്കുന്ന കുറച്ച് റിവെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ച് ക്ലീഷ് ആയിട്ടൊക്കെ തോന്നും, നല്ല കുഴപ്പമില്ല. അതൊക്കെ വളരെ രസകരമായിട്ട് നമ്മുടെ രാധിക ശരത് കുമാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കീർത്തി സുരേഷിന്റെ പെർഫോമൻസും നല്ല കുഴപ്പമില്ല. അതുപോലെ സുനിലിന് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു ഗാങ്സ്റ്റർ ആണ്. അതായത് ഒരു ദാക്ഷിണ്യം ഇല്ലാത്തൊരു മനസ്സിനുള്ള ഒരു ഗാങ്സ്റ്റർ ആണ് നമ്മുടെ സുനിലിനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ ചിലർ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കോമഡി കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാതെ ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കണമെന്നില്ല, ചെറുതായിട്ടൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിനിമയാണ് ഈ റിവോൾവർ റീത്ത എന്നുള്ള ഈ പറയുന്ന ഈ സിനിമ. ഇതിന്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര എന്തോ ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു മൂവിയാണ്, വലിയൊരു റിവെഞ്ചും കാര്യങ്ങളൊക്കെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഒരു കോമഡി രീതിയിലൊരു റിവെഞ്ച് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് കേട്ടോ ഇത്. ഇതിന്റെ കഥ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കീർത്തി സുരേഷിന്റെ അച്ഛൻ ഒരു സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സൂയിസൈഡ് കാരണം പറഞ്ഞാൽ അങ്ങേരെ ഒരാൾക്ക് 2 കോടി രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 18 വർഷങ്ങൾക്ക് മുന്നേ. പക്ഷെ അയാള് നമ്മുടെ കീർത്തി സുരേഷിന്റെ അച്ഛനെ ചതിച്ചു പോകുന്നുണ്ട്. അതില് ഇയാള് അതായത് സൂയിസൈഡ് മരിക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു കഥയാണ്. അതായത് അതിനുശേഷം കീർത്തി സുരേഷും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. അവരുടെ ഒരു ബർത്ത്ഡേയുടെ സമയത്ത് അവിടെ ഈ ഒരു ആ സ്ഥലത്ത് 2 ഗാങ്സ്റ്റേഴ്സ് ഉണ്ട്. ആ ഗാങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവം കൂടി അതിന്റെ ഇടയ്ക്ക് വരുന്നത്. അതായത് ആ ഒരു ഗാങ്സ്റ്ററുടെ, അതായത് സുനിലിന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറൊരു ഗാങ്സ്റ്റർ ഉണ്ടാവും. ആ ഗാങ്സ്റ്റേഴ്സ് തമ്മിൽ ഉണ്ടാവുന്ന ചെറിയൊരു റിവെഞ്ചൊക്കെയാണ് ഈ സിനിമയിൽ പോകുന്നത്. പക്ഷെ അത് രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഈ സുനിലിന്റെ അച്ഛൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കീർത്തി സുരേഷിന്റെ വീട്ടിലോട്ട് വരുന്നു. അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിലൂടെ അയാൾ മരണപ്പെടുന്നു. ആ മരിച്ച ആ ബോഡിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന കുറെ രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈ ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടാവും. അതായത് ആ ഒരു ബോഡിക്ക് 5 കോടി രൂപയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ആ സുനിലിന്റെ അച്ഛന്റെ ആ ഒരു തല കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 5 കോടി രൂപ കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരുടെ പിന്നാലെ നടക്കുന്ന കുറച്ച് ഗാങ്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ രസകരമായിട്ട് കുറച്ച് കോമഡിയും അതിലിടക്ക് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സുനിലിന്റെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു മുഖം കാണിച്ചുള്ള കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റില് ഒരു ഫുള്ളൊരു ഫയറിങ്ങും കാര്യങ്ങളൊക്കെയിലൂടെ ഈ പറയുന്ന എല്ലാ ഗാങ്സ്റ്റേഴ്സും ചത്തു പോകുന്നുണ്ട്. ലാസ്റ്റിൽ വരുന്ന ഒരാളെ നമ്മുടെ കീർത്തി സുരേഷ് കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആ ഒരു കഥ പറയുന്നത്. നിങ്ങൾക്ക് ഒരാളുടെ, അതായത് നമ്മുടെ കീർത്തി സുരേഷിന്റെ അച്ഛനെ ഓർമ്മയുണ്ടോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേരെന്ത് പറയുന്നുണ്ട്, ആൾ ഓർമ്മയുണ്ടോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് ആ ഒരു റിവെഞ്ച്, അതായത് നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ അച്ഛൻ മരിച്ചു പോയത്. അപ്പൊ അന്ന് 2 കോടി മുക്കി ഇട്ടുണ്ടായിരുന്ന ചങ്ങായി ആയിരുന്നു ഇപ്പൊ ലാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു കഥാപാത്രം. അപ്പൊ അയാള് ഈ പറഞ്ഞ സുനിലിന്റെ അച്ഛന്റെ തല കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഗാങ്സ്റ്ററിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു റിവെഞ്ച് കൂടിയും മിക്സ് ചെയ്തിട്ട് നമ്മുടെ കീർത്തി സുരേഷ് ആ ഒരാളെ കൊല്ലുകയും ആ ഒരു 5 കോടി രൂപ അവർ സ്വന്തമാക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു സൈഡിലൂടെ നടന്നു പോകുന്ന റിവെഞ്ചും കോമഡിയും എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സിനിമയാണ് ഈ റിവോൾവർ റീത്ത എന്ന് പറയുന്ന ഈ ഒരു സിനിമ. നിങ്ങൾ എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇതിന്റെ മലയാളം വേർഷനാണ് ഞാൻ കണ്ടത്. മലയാളം വേർഷൻ കുറച്ച് മോശമാണ്. കാണാനുണ്ടെങ്കിൽ നിങ്ങൾ തമിഴ് തന്നെ കണ്ടാൽ മതി. ഞാൻ മലയാളം കണ്ടപ്പോൾ ചില ഡയലോഗൊന്നും നമുക്ക് അത്ര രസകരമായിട്ടൊന്നും തോന്നില്ല. ഒരു എന്തൊക്കെയോ വിളിച്ചു പറയുന്ന പോലത്തൊക്കെ തോന്നും. പക്ഷെ അത് തമിഴ് തന്നെ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവരെനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ തമിഴ് കാണുന്നതായിരിക്കും നല്ലത്. തമിഴ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.